ദി റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കോവിഡ് വന്ന സമയത്തും നിപ്പ വന്ന സമയത്തും ഉരുൾപൊട്ടലുകൾ വന്ന സമയത്തും വെള്ളപ്പൊക്കം വന്ന സമയത്തും നമ്മുടെ മലയാളികൾ ചേർന്ന് നിന്ന ഒരു നിൽപ്പുണ്ട്. അതിനെയാണ് ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറയുക എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ചില ആളുകൾക്ക് അത് പോരാ. തോളത്തിരുന്ന് ചെവി തിന്നുന്ന പരിപാടിയുള്ള സംഘികൾക്ക് അത് പോരാ എന്ന് പറയേണ്ടി വരും. അവർക്ക് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കണം. അതിൽ ക്രൈസ്തവന്മാരെയും കൂടി കയറ്റി വെച്ചാൽ എളുപ്പമാണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ ബീഫ് ഫെസ്റ്റ് നടത്തുന്നത് പോലെ പോർക്ക് ഫെസ്റ്റ് മലപ്പുറം ജില്ലയിൽ നടത്തൂ എന്ന് ചോദിക്കുന്നത്. ആദ്യം തന്നെ അതിനുള്ള മറുപടി തന്നതിന് ശേഷം മമ്മൂക്ക എന്താണ് കേരള സ്റ്റോറി ചെയ്തത് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞേക്കാം. അതായത് ബീഫ് കഴിക്കുന്ന ആളുകൾ മലപ്പുറം ജില്ലയിൽ ഒരുപാടുണ്ട്. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും കഴിക്കാറുണ്ട്. എന്നാൽ പോർക്ക് കഴിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഞാനടക്കമുള്ള ആളുകൾ പോർക്ക് കഴിക്കും. പക്ഷെ ഞങ്ങൾക്കത് നിർബന്ധമായിട്ടുള്ള ഒരു ഫുഡ് പോലും അല്ല. വല്ലപ്പോഴും കഴിക്കുന്ന ഒരു ഫുഡായിട്ട് മാത്രമാണ് പോർക്കിനെ പരിഗണിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ അത്രമാത്രം പോർക്ക് തിന്നുന്ന ആളുകൾ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കഴിക്കാൻ ഒരു നിയമ തടസ്സങ്ങളും ഇല്ല, ഒരു തടസ്സവും ഇല്ല. അപ്പൊ പറയുന്ന വാക്കാണ് അതിനിവിടെ പോർക്ക് സ്റ്റാൾ തുടങ്ങാൻ നിങ്ങൾ സമ്മതിക്കണ്ടേ എന്നുള്ളത്. ഇവിടെ പോർക്ക് സ്റ്റാൾ വെക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ആള് ഇവിടെ വന്ന് ഒരു പോർക്ക് സ്റ്റാൾ തുടങ്ങും. നിങ്ങൾ അത് ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം വെറുതെ നാക്കിട്ടടിക്കാനേ നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. ഇങ്ങനെ ഇവിടെ കൊടുന്ന ഒരു പോർക്ക് സ്റ്റാൾ ഇട്ടിട്ട് ഒരു കാര്യമില്ല. അത് കഴിക്കുന്ന ആളുകൾ ഇല്ല, ഇവിടെ എണ്ണം കുറവാണെന്നുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ഒരു സ്ഥാപനവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂട്ടിക്കൂല. നിങ്ങൾ നടത്തി വിജയിപ്പിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം അത്രമാത്രം അത് കഴിക്കുന്ന ആളുകളില്ല. അതുകൊണ്ടാ ഇപ്പൊ എന്റെ ഒരു അയൽവാസി ഉണ്ട്, ആൾക്ക് പോർക്കിന്റെ ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇല്ലാവചനങ്ങൾ പറയരുത്. ഇവിടെ നിങ്ങൾ ഒരു പോർക്ക് സ്റ്റാൾ കൊണ്ടുവന്നാ അത് വാങ്ങാൻ ആള് വേണ്ടേ? പൊട്ടത്തരല്ലേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുതെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പൈസ ആരെങ്കിലും കളയോ? ഇല്ല. അപ്പൊ അത് കൂടുതൽ കഴിക്കുന്ന ആളുകളുള്ള മേഖലകളിലാണ് അത്തരം സ്റ്റാളുകൾ വെക്കുക. ഓക്കെ, ഇനി മമ്മൂട്ടി എന്താണ് കേരള സ്റ്റോറിയിൽ കാണിച്ചു കൂട്ടിയെന്ന് പറയാം. എല്ലാം നടക്കുമെന്ന് ഉറപ്പ് പാലിച്ച് മമ്മൂട്ടി കൃത്രിമകാലിൽ നടന്ന് സന്ധ്യ. ഇതാണ് മനോരമ ന്യൂസിന്റെ ഹെഡിങ്. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് സംശയിച്ച സന്ധ്യയോട് മമ്മൂട്ടിയുടെ സ്നേഹാന്വേഷണം ഇപ്പോൾ എങ്ങനെയുണ്ട്? നീറുന്ന മുറിവുകൾ സമ്മാനിച്ച മണ്ണിടിച്ചിലിന്റെ വേദനയെ അല്പനേരത്തെങ്കിലും മറന്ന് കൃത്രിമകാലിൽ എഴുന്നേറ്റ് നിന്ന് സന്ധ്യ പറഞ്ഞു നടന്നു തുടങ്ങി. പിന്നെ മമ്മൂട്ടി സന്ധ്യയുടെ കൈ പിടിച്ചു. ആ മനസ്സിലെ നീറ്റൽ തിരിച്ചറിഞ്ഞ് മമ്മൂട്ടി പറഞ്ഞു, ഇനി വീടിന്റെയും സ്ഥലത്തിന്റെയും കാര്യമല്ലേ, അത് നടക്കും, ഉറപ്പ്. സന്ധ്യയുടെ മുഖത്ത് ആശ്വാസത്തിന്റെ തെളിച്ചം. ഇങ്ങനെ ആളുകളെ ചേർത്ത് വെക്കുന്ന റിയൽ സ്റ്റോറി ഒക്കെ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഇന്ത്യക്ക് പുറത്തും സ്വീകരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെയുള്ള സംഘി ലോകങ്ങൾ അറിയണം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് അടിമാലി കുമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ് കാൽ നഷ്ടപ്പെട്ട സന്ധ്യക്ക് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സ ഏർപ്പാടാക്കിയതും കൃത്രിമകാൽ വെക്കുന്നതിന് വേണ്ട സഹായം ചെയ്തതും മമ്മൂട്ടിയായിരുന്നു. ചികിത്സയ്ക്കും കൃത്രിമകാലിനുമായി 20 ലക്ഷം രൂപയോളമാണ് വേണ്ടി വന്നത്. മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയറും രാജഗിരി ആശുപത്രിയും ചേർന്ന് പൂർണ്ണമായി സൗജന്യമായാണ് സന്ധ്യക്ക് ചികിത്സയും കൃത്രിമകാലും നൽകിയത്. കൃത്രിമകാൽ വെച്ചതിന് ശേഷം ആദ്യമായി ഡോക്ടറെ കാണാൻ രാജഗിരിയിൽ എത്തിയതായിരുന്നു സന്ധ്യ. മമ്മൂട്ടിയെ നേരിൽ കണ്ട് നന്ദി പറയണമെന്ന സന്ധ്യയുടെ ആഗ്രഹം രാജഗിരി ആശുപത്രി അധികൃതരാണ് കെയർ ആൻഡ് ഷെയർ ഭാരവാഹികളെ അറിയിച്ചത്. ഷൂട്ടിംഗ് ആവശ്യത്തിന് കൊച്ചിയിലായിരുന്ന മമ്മൂട്ടി തിരക്കുകൾ മാറ്റിവെച്ച് സന്ധ്യയെ കാണാനെത്തി. ചികിത്സയുടെ വിവരങ്ങളും ആരോഗ്യസ്ഥിതിയുമെല്ലാം വിശദമായി ചോദിച്ചു മനസ്സിലാക്കിയ മമ്മൂട്ടി സാരിയും ചെടിയും സമ്മാനിച്ചാണ് സന്ധ്യയെ യാത്രയാക്കിയത്. മണ്ണിടിച്ചിലിൽ സർവ്വവും നഷ്ടമായ സന്ധ്യക്ക് സ്ഥലവും വീടും നൽകുന്നതിനുള്ള നടപടികൾ ഉടനെ എടുക്കാമെന്നും ഉറപ്പ് നൽകി. രാജഗിരി ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ജിജി കുരുട്ടുകുളം, ഹെൽത്ത് കെയർ ആൻഡ് പ്രൊമോഷൻസ് വൈസ് പ്രസിഡന്റ് ജോസ് പോൾ, കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ, ഡയറക്ടർമാരായ ജോർജ് സെബാസ്റ്റ്യൻ, റോബർട്ട് കുര്യാക്കോസ്, സന്ധ്യയുടെ സഹോദരൻ സന്ദീപ് എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. എന്റെ ചേച്ചിയുടെ പേര് സന്ധ്യ എന്നാണ്, എന്റെ പേര് സന്ദീപ്, കറക്റ്റ് ആണല്ലോ. രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ വീഡിയോ കോളിൽ സന്ധ്യയുമായി മമ്മൂട്ടി സംസാരിച്ചിരുന്നു. തുടർന്നാണ് കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി കൃത്രിമകാൽ വെക്കുന്നതിന് വേണ്ട സഹായം നൽകാൻ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ചെയർമാൻ കെ മുരളീധരൻ മമ്മൂട്ടിക്ക് നിർദ്ദേശം നൽകിയത്. ജനുവരി 31-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സന്ധ്യക്ക് കൃത്രിമകാൽ വെച്ചു. രാജഗിരി ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡോക്ടർ ജിജി രാജ് കുളങ്ങര, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഗലി ഇറ്റെ, ഡോക്ടർ പ്രവീൺ എജെ, ഫിസിയോതെറാപ്പി വിഭാഗത്തിലെ ഡോക്ടർ വിജയൻ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ വിദഗ്ധ ചികിത്സയിലാണ് സന്ധ്യ വീണ്ടും ചുവടുകൾ വെച്ചു തുടങ്ങിയത്. മണ്ണിടിച്ചിലിൽ സന്ധ്യയുടെ ഭർത്താവ് ബിജുവിന് ജീവൻ നഷ്ടമായിരുന്നു. തകർന്ന വീട്ടിൽ മണിക്കൂറുകളോളം സന്ധ്യ കുടുങ്ങിക്കിടന്നു.
രാജഗിരി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഇടതുകാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി തടസ്സപ്പെടുകയും അസ്ഥികൾ പലയിടങ്ങളിലായി ഒടിഞ്ഞ് മസിലുകളും കോശങ്ങളും ചതഞ്ഞരഞ്ഞ നിലയിലുമായിരുന്നു. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിൽ രക്തയോട്ടം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞെങ്കിലും ചതഞ്ഞരഞ്ഞ മസിലുകളും കോശങ്ങളും പുറപ്പെടുവിച്ച വിഷാംശം വർദ്ധിച്ച് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലാണ് സന്ധ്യയുടെ ഇടത്തേക്കാൽ മുട്ടിന് മുകളിൽ വെച്ച് നീക്കം ചെയ്യേണ്ടി വന്നത്. ക്യാൻസർ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മകനും മരിച്ചതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകൾ മാത്രമാണ് സന്ധ്യക്ക് ഇനിയുള്ള തുണ. കൃത്രിമകാലിലൂടെ പരമാവധി വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ് സന്ധ്യ മടങ്ങിയത്. ഇങ്ങനെ കുറെ കേരള സ്റ്റോറിയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ തെരഞ്ഞുപിടിച്ച് കാണിക്കുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടാത്ത സംഭവങ്ങൾ മമ്മൂക്കയെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊക്കെ സിനിമയിൽ കൊണ്ടുവരണം കേട്ടോ. കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ബീഫ് കുത്തിക്കയറ്റിലും പോർക്ക് കുത്തിക്കയറ്റിലും ഒന്നല്ല. ഭക്ഷണം ഞങ്ങളെ വിഷയമേ അല്ല. ഞങ്ങൾ എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കും. നിങ്ങൾ കഴിക്കില്ല എന്നുള്ള കാരണം കൊണ്ട് ഞങ്ങൾ കഴിക്കാതിരിക്കണം എന്നുള്ള ആ തിട്ടൂരൊന്നും വേണ്ട. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ബീഫ് കഴിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് എന്തുവാടേ? പോയി പണി നോക്കടേ. നിങ്ങളിപ്പോ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് നിങ്ങൾ പോർക്ക് ഫെസ്റ്റ് നടത്തുന്നുള്ളത്. വരാഹ അവതാരത്തെ കുറിച്ച് അറിയല്ലോ അല്ലെ? മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്ന് വരാഹമാണ്. ഈ വരാഹത്തെ നാളെ മുതൽ നിങ്ങൾ കഴിക്കരുത് എന്ന് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞാൽ നിങ്ങൾ കഴിക്കാതിരിക്കുവോ അതോ കഴിക്കുമോ? പോർക്ക് ഫെസ്റ്റ് നടത്തുമോ? പോർക്ക് ഒരു മനുഷ്യനും കഴിക്കരുത് എന്ന് നാളെ കേന്ദ്ര സർക്കാർ ഉത്തരവിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ, ക്രൈസ്തവരുടെ കൂടെ ഞാനുണ്ടാവും. നിങ്ങൾ പോർക്ക് ഫെസ്റ്റ് നടത്ത്. നിങ്ങളുടെ കൂടെ മുദ്രാവാക്യം വിളിക്കാൻ, അത് കഴിക്കാനും ഞാനുണ്ടാവും. അത്ര എനിക്ക് പറയാനുള്ളൂ. മുസ്ലിങ്ങൾ പോർക്ക് തിന്നാലും പോർക്ക് തിന്നില്ലെങ്കിലും അത് അവരുടെ വിശ്വാസമാണ്, അത് അവരുടെ താല്പര്യങ്ങളാണ്. വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഞാൻ കഴിക്കും. പോത്തും കഴിക്കും, ബീഫും കഴിക്കും, കോഴിയും കഴിക്കും, മീനും കഴിക്കും. ഇതൊക്കെ ഹൈന്ദവ വിശ്വാസപ്രകാരം ഓരോരോ ഘട്ടങ്ങളിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കിടക്കുന്നതാണ്. അതുകൊണ്ട് നാളെ അത് കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കാതിരുന്നോ, ഞാൻ കഴിക്കും. അത്ര പറയുന്നുള്ളൂ. അപ്പൊ ഇത്തരം നന്മകളും കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് കാണാതെ പോകരുത് സംഘികളെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ്.